ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ 31 മുതൽ 34 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കാഗുറ ബച്ചി വീഡിയോസിന് ചെറുതായിട്ട് ഇങ്ങനെ വ്യൂസ് കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ട് നല്ലപോലെ ഇനിയും തുടർന്ന് വേണം. എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, ഹൈപ്പ് ചെയ്യുക. പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതേപോലെ ഈ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ ഗൈസ്, നമുക്കപ്പം നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഈ വന്ന മന്ത്രവാദി അപ്പൊ നമ്മുടെ ചിഹിരോയോട് പറയുന്നുണ്ട്, നീ വളർന്നൊരു വലിയ ചെറുക്കനായാലോടാ ചിഹിരോ, റോക്ക് ഹിര. ചിഹിരോ ഇപ്പൊ അവന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആ സീനൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ കലി കയറിയിട്ട് അയാളുടെ കഴുത്തിന് 2 വാള് വെച്ച് ഭിത്തിയിലേക്ക് ചേർത്തങ്ങ് നിർത്തുന്നുണ്ട്. നീ ഹിഷാക്കുയിലുള്ളവനല്ലേ, എന്താ നിനക്കൊക്കെ വേണ്ടേ? നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചിഹിരോ ഇയാളോട് ചോദിക്കുന്നുണ്ട്. അന്ന് ചിഹിരോയുടെ അച്ഛൻ മരിച്ച ആ സീനിൽ ഇയാൾ ഇല്ലായിരുന്നു, പക്ഷെ ഇയാൾ ഹിഷാക്കു ആണെന്ന് ഉറപ്പാണല്ലോ. ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലും ഇയാളെ വാളിന്റെ മുനയിൽ നിർത്തി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ചിഹിരോയ്ക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് ഇയാൾ സർപ്രൈസ്ഡ് ആണ്. ഞാൻ ഹിഷാക്കുവിന്റെ ലീഡറാണ്, നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനും ഞാൻ തന്നെയാ. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ സംസാരിക്കൂ. അതുകൊണ്ട് നിന്റെ ഈ ചോദ്യം ചെയ്യൽ കലാപരിപാടി ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇപ്പൊ നീ എന്നെ കൊല്ലാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വെറും 2 വിരൽ കൊണ്ട് ചിഹിരോയുടെ വാൾ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് കൈ വെച്ച് ചിഹിരോയുടെ താടിക്ക് ഒരു ഇടി ഇടിച്ചിട്ട് ചിഹിരോയെ ഫാസ്റ്റിന് കിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഇയാൾക്ക് നേരെ മെയ് പ്രയോഗിക്കാനായിട്ട് വരുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഇപ്പൊ ഭിത്തി ചവിട്ടിയിട്ട് തിരിച്ച് കറങ്ങി ചിഹിരോയെ വീണ്ടും കിക്ക് ചെയ്യാനായിട്ട് വരുന്നു. ചിഹിരോ അപ്പൊ പുറമോട്ട് പെട്ടെന്ന് മാറി അയാളുടെ ആ മരം കൊണ്ടുള്ള ബാരിയറിൽ ഇടിച്ച് നിൽക്കുന്നുണ്ട്. ഇയാൾ ഹിഷാക്കുവിന്റെ ലീഡർ ആണോ എന്ന് അവൻ ചിന്തിക്കുന്നു. ക്ലൗഡ് ഗൗജറിന്റെ പവർ മുമ്പത്തേനേക്കാളും കുറഞ്ഞു വരുവാണല്ലോ എന്ന് ഇപ്പൊ ഇയാൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാൾ ആ ട്രീയുടെ ബാരിയറിൽ ചിഹിരോയെ ട്രാപ്പ് ആക്കിയിട്ടുമുണ്ട്. ഇയാൾ എന്തായാലും നല്ല സ്ട്രോങ്ങർ ആണെന്ന് ചിഹിരോ ചിന്തിക്കുന്നു. കാര്യം ഇയാൾ വലുതായിട്ട് മാജിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല ചിഹിരോയോട് ഫൈറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് തന്നെ ഇത്രയും പവർ. നിന്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ അനുസരിച്ച് നിനക്ക് എന്റെ ഈ ട്രാപ്പ് ബ്രേക്ക് ചെയ്തു വരാൻ നല്ല പാടായിരിക്കും എന്ന് ഇയാൾ ചിഹിരോയോട് പറയുന്നു. അതുകൊണ്ട് നീ ഇവിടെ അടങ്ങി നിൽക്ക്, ലേലം ആരംഭിക്കാൻ പോവാ. അതിന് തടസ്സമൊന്നും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഇപ്പോൾ ലേലം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണെന്ന് സ്റ്റേജിൽ നിന്നുകൊണ്ട് ക്യോര പറയുന്നുണ്ട്. 18 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. നമ്മളെ കുറച്ച് ശത്രുക്കൾ ആക്രമിച്ചു. അങ്ങനെ സെയ്റ്റ യുദ്ധവും ആരംഭിച്ചു. ഈ ലേലത്തിനിടയ്ക്കും സ്റ്റേജിലേക്ക് ആരൊക്കെയോ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിച്ചു ഗൈസ്. ക്യോര അവന്മാരെ അവിടെ വെട്ടിക്കൊന്നിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ക്യോരയുടെ സ്പീച്ചിലേക്ക് തിരിച്ചു വരാം. സെയ്റ്റ യുദ്ധത്തിൽ ജപ്പാനിലുടനീളമുള്ള മന്ത്രവാദികളെയൊക്കെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തിയെങ്കിലും ജയിക്കുമോ എന്ന് നമുക്ക് അപ്പോഴും ഉറപ്പില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ കുനിഷികെ റോക്ക് ഹിര വന്ന് സീൻ മൊത്തത്തിൽ മാറ്റി മറിച്ചത്. ഷിനുച്ചി എന്തിനാ നിങ്ങൾ ഇന്ന് ലേലത്തിൽ വെച്ചത്? ശരിക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ചിഹിരോ ഇപ്പൊ ഈ ഹിഷാക്കു മന്ത്രവാദിയോട് ചോദിക്കുന്നുണ്ട്. അവൻ മെയിനായിട്ട് ചോദിച്ചത് ഈ 2 ചോദ്യങ്ങളാണെങ്കിലും അവന്റെ ഉള്ളിൽ ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഇവർ ഈ എൻചാന്റഡ് ബ്ലേഡ്സ് കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ബാക്കി എൻചാന്റഡ് ബ്ലേഡ്സ് ഒക്കെ എവിടെയാണ്? ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവരുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് അറിയാമോ? സോജോയുടെ കയ്യിൽ എന്തിന് ഇവര് ക്ലൗഡ് ഗൗജർ ഏൽപ്പിച്ചു? ഇപ്പോ ഷിനുച്ചി എന്തിന് ലേലത്തിന് വെക്കുന്നു? എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. ഇതിനെല്ലാം പുറമെ ചിഹിരോയെ അലട്ടുന്ന ആ വലിയ ചോദ്യം അതവനിപ്പോ ഇയാളോട് വിളിച്ചു ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ കൊന്നത്? ഇപ്പോ വീണ്ടും നേരെ കട്ട് ചെയ്ത ഓപ്ഷൻ ഹോളിൽ ക്യോര പ്രസംഗിക്കുന്ന സീനിലേക്ക് പോകുന്നു. ഇയാൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ ആ യുദ്ധത്തിൽ ജപ്പാൻ തോൽവിയുടെ വക്കത്തായിരുന്നു. കളി ടോട്ടലി മാറ്റിമറിച്ചത് റോക്ക് ഹിര ഫോർജ് ചെയ്ത 5 എൻചാന്റഡ് ബ്ലേഡ്സ് ആയിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് അയാൾ ഫോർജ് ചെയ്ത 6ാമത്തെ എൻചാന്റഡ് ബ്ലേഡ് അത് ഈ ജപ്പാനെ വിജയത്തിലേക്ക് നയിച്ചു. നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ തന്നെ കുറെ പേര് അതിന്റെ അപാരമായ ശക്തി യുദ്ധഭൂമിയിൽ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ലേലം ചെയ്യാൻ പോകുന്നത് ആ 6ാമത്തെ എൻചാന്റഡ് ബ്ലേഡ് ആണ്, ഷിനുച്ചി. ഇനി വീണ്ടും ആ ഹിഷാക്കു മന്ത്രവാദി ചിഹിരോ കോൺവെർസേഷനിലേക്ക് പോകുന്നു. നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നത് എന്തിനാണെന്ന് അറിയണമല്ലേ? ചിഹിരോ, ഞങ്ങൾ അത് ചെയ്തത് ഒരു യുദ്ധത്തിന്റെ പ്രഖ്യാപനം എന്നതുപോലെയായിരുന്നു. അങ്ങനെയല്ല, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഷിനുച്ചി കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. അതിപ്പോൾ ലേലത്തിൽ വെച്ചിരിക്കുന്നതും എന്റെ ആ വലിയ പ്ലാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അടുത്തായിട്ട് സസനാമി ക്ലാനിനെ നല്ലപോലെ സഹായിക്കുന്നത്. ഈ റാക്കുസായിച്ചി ലേലം ഇന്ന് ഒരു തടസ്സവും കൂടാതെ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ ഹാക്കുരിക്ക് മുന്നിൽ നിൽക്കുന്ന സോയയെയും അതേപോലെ ടോയിലെ ബാക്കി 3 പേരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന നമ്മുടെ ഷിബയും കാണിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇയാൾക്ക് ഷിനുച്ചി കൈക്കലാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ എന്തിനാണ് അത് ഇവിടെ ലേലത്തിൽ വെക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഇതുവരെ ചെയ്തതും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതും ക്രൂക്കഡായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഇവരെ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ചിഹിരോ ഇപ്പൊ ആ മരം ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവനിപ്പോ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനി അത് മനസ്സിലായില്ലേ? ഈ അവസ്ഥയിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലൗഡ് ഗൗജറിന് ഇപ്പൊ ആ പഴയ
പഴയ പവറില്ല. എൻചാന്റഡ് ബ്ലേഡ്സിന് അതിന്റെ ഓണേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റും. നീ എൻചാന്റഡ് ബ്ലേഡ്സിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തനാണ് എന്നൊക്കെ ഒരു ചിന്ത നിനക്കുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എൻചാന്റഡ് ബ്ലേഡ്സിനെ ആർക്കും അടിമകളാക്കാൻ കഴിയും, ആർക്കും അത് വീൽഡ് ചെയ്യാം എന്നൊക്കെ ഇവൻ പറയുന്നു. എന്നെ എന്താണ് നിങ്ങൾ ഇനിയും കൊല്ലാത്തതെന്ന് ചിഹിരോ ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നീ ഇനിയും വിളവെടുപ്പിന് പാകമായിട്ടില്ലെന്ന്. അതായത് നീ ഇപ്പോഴും പച്ചയാണ്, കുറച്ചുകൂടെ മൂക്കട്ടെ എന്ന്. ഇവൻ പിന്നെയും ചിഹിരോയെ ചൊറിയാണ്, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരുന്നാലോ എന്നൊക്കെ ചോദിക്കുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് റോക്കുഹിരയെ കൊന്നിട്ട് ചിഹിരോയുടെ ഉള്ളില് ഇയാളുടെ ആൾക്കാരും ഇയാളും കൂടി പാകിയ വെറുപ്പിന്റെ വിത്തുകൾ എന്തുമാത്രം വളർന്നിട്ടുണ്ടെന്ന് അറിയാൻ ഇയാൾക്ക് എക്സൈറ്റ്മെന്റ് ആണെന്ന്. ചിഹിരോ ഇപ്പൊ ഇതെല്ലാം കേട്ടിങ്ങനെ കലിപ്പായിട്ട് നിൽക്കുകയാണ്. ഇവൻ വീണ്ടും പറയുന്നുണ്ട്, റാക്കുസായിച്ചി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയം കിടപ്പുണ്ട്, നമുക്ക് സംസാരിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ ബോറടിപ്പിക്കില്ല, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഉദാഹരണത്തിന് നിന്റെ അച്ഛൻ മരിച്ചപ്പോ എന്താ സംഭവിച്ചതെന്നൊക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. ചിഹിരോ ഇപ്പൊ ഇയാളോട് പറയുന്നുണ്ട്, നിർത്തടാ, നീ പറയുന്നതിനൊക്കെ നീ നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന്. ചിഹിരോ ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെ എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. സോജോയെ പോലെയുള്ളവര്, സസനാമി ക്ലാന്, ഹിഷാക്കു, എന്തിന് കമുനാബിയുടെ കയ്യിൽ പോലും എൻചാന്റഡ് ബ്ലേഡ്സ് ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ അച്ഛന് പ്രിയപ്പെട്ട ബ്ലേഡുകളാണ്. ഇപ്പോ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, ഈ ഹിഷാക്കു മന്ത്രവാദി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് എൻചാന്റഡ് ബ്ലേഡ്സിന് സ്വന്തമായിട്ടൊരു വില്ലില്ല, അതിനെ ആർക്കും അടിമകളാക്കി ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ. കാര്യം ആ എൻചാന്റഡ് ബ്ലേഡ്സുകളുമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ച ഒരാളാണ് ചിഹിരോ. ചിഹിരോയ്ക്ക് അതിൽ ഓരോ ബ്ലേഡ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, ക്ലൗഡ് ഗൗജറുമായിട്ടും ഉണ്ട്. സോ ക്ലൗഡ് ഗൗജർ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിഹിരോ പറയുന്നുണ്ട്, നിന്നെ ഇങ്ങനെ അങ്ങ് ഇല്ലാതാവാൻ ഞാൻ സമ്മതിക്കില്ല, ഇല്ലാതാകുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇല്ലാതാകാം എന്ന് പറഞ്ഞിട്ട് ചിഹിരോ മെയ് ഷ്രെഡ് എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് മറ്റേ കുറോ ഷ്രെഡ് പോലത്തെ പവർഫുൾ ആയിട്ടുള്ള എന്തോ അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ മെയ് ഷ്രെഡ് എന്ന് പറഞ്ഞ അറ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ കറുത്ത ഇടിമിന്നലാണ് വരുന്നത്. ഈ അവസ്ഥയിലും ചിഹിരോ ഒരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ ഇയാൾക്കൊരു അതിശയം വരുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ആ ട്രാപ്പ് ബ്രേക്ക് ചെയ്ത് ജെറ്റ് വേഗത്തിൽ ഇയാളുടെ കൈയും വെട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഇപ്പൊ അറ്റുപോയ കൈ പിടിച്ചെടുത്തിട്ട് അത് ചിഹിരോയ്ക്ക് നേരെ നല്ല ഫോഴ്സിൽ എറിയാണ്. ചിഹിരോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്ക് ഇയാൾ ഫാസ്റ്റ് ആയിട്ട് അവന്റെ ബാക്കിൽ വന്നിട്ട് അവനെ കിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇത് ശ്രദ്ധിച്ച ചിഹിരോ പെട്ടെന്ന് അവിടുന്ന് മാറുന്നുണ്ട്. ഇവന്റെ കിക്കാണെങ്കിൽ ഇപ്പൊ പവർഫുൾ ആയിരുന്നു, ആ തറ പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. ചിഹിരോ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് തിരിച്ചു വന്നിട്ട് അവന്റെ ഷോൾഡറിൽ കൂടെ വാള് കുത്തി അങ്ങ് ഇറക്കുന്നുണ്ട്. ഇവനിപ്പോ ചോര തുപ്പുന്നുണ്ട്, അതും ഡയറക്റ്റ് ആയിട്ട് ചിഹിരോയുടെ മുഖത്തേക്ക്. എന്നിട്ട് ഇവൻ ചിഹിരോയുടെ നേരെ കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട്. ചിഹിരോ പെട്ടെന്ന് അവിടുന്ന് ബാക്കിലേക്ക് ഒഴിഞ്ഞു മാറുന്നു. ഇപ്പൊ കൈ അറ്റുപോയിട്ടും ഇയാൾ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. ചിഹിരോ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ സ്പീഡും പവറും ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇയാൾ ചിഹിരോയെ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഇവൻ സാധാരണക്കാരനല്ല, ഇവനെ എത്രയും പെട്ടെന്ന് തീർത്തേ പറ്റൂന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ഇയാൾ ഉണ്ടാക്കിയ മരം കൊണ്ടുള്ള ബാരിയറിൽ ഒരുപാട് അകത്തോട്ടാണ് ചിഹിരോ ട്രാപ്പായി കിടന്നിരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ചിഹിരോ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു വലിയ ഹോൾ ആയിരിക്കുകയാണ്. അതിപ്പോ വളരെ പെട്ടെന്ന് പഴയ പടിയാവുന്ന ഒരു കാഴ്ചയാണ് ചിഹിരോ കാണുന്നത്. സോ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്ലാഷിൽ ഈ ഭിത്തി പൂർണ്ണമായിട്ട് നശിപ്പിച്ചോണം, എന്നാലേ ഇതിന് പുറത്ത് കിടക്കാൻ പറ്റൂ. ഇനി 3 അറ്റാക്ക് കൂടിയ ക്ലൗഡ് ഗൗജർ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചിഹിരോ മനസ്സിലാക്കുന്നുണ്ട്. അതുമായിട്ട് ഇപ്പോൾ അത്രയും കണക്റ്റഡ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിഹിരോയ്ക്ക് ആ ക്ലൗഡ് ഗൗജറിന്റെ അവസ്ഥ കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യാൻ ഇപ്പോൾ കഴിയും. അതേപോലെ തന്നെ ഈ മന്ത്രവാദി ഇതുവരെ അയാളുടെ മാന്ത്രിക ശക്തികളൊന്നും ഇവരുടെ ഇടയിലുള്ള ഫൈറ്റിൽ ഉപയോഗിച്ചിട്ടില്ല. അതിനി ഇയാളുടെ മുഴുവൻ പവറും ഇയാൾ ഈ മരത്തിന്റെ ബാരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണോ അതോ വേറെന്തെങ്കിലും ഉദ്ദേശം ഇയാൾക്കുണ്ടോ? എന്തായാലും ഇയാളുടെ യഥാർത്ഥ പവർ എന്താണെന്ന് ചിഹിരോയ്ക്ക് ഇപ്പോഴും അറിയില്ല. ചിഹിരോയെ കൊണ്ട് ഇപ്പൊ ഈ ക്ലൗഡ് ഗൗജറിന്റെ എനർജി മുഴുവൻ വേസ്റ്റ് ചെയ്യിക്കാനാണ് ഇയാൾ നോക്കുന്നതെന്ന് ചിഹിരോ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ഷിബയെ കുറിച്ചും ഹാക്കുരിയെ പറ്റിയൊക്കെ അവൻ ചിന്തിക്കുന്നു. എത്രയും വേഗം അവരുടെ അടുത്തേക്ക് എത്തണം, ഇനി ഇവിടെ മടിച്ചു നിൽക്കാൻ സമയമില്ല എന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. ഇനി നീ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ, നീ മന്ത്രവാദി ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കൊല്ലുവടാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചിഹിരോ അടുത്ത അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമ്മളെ കാണിക്കുന്നത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് ഹാക്കുരി സോയയ്ക്ക് നേരെ ഇസോ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ആ അറ്റാക്ക് ഒരു ഫ്ലോപ്പ് ആവുന്നു. ഹാക്കുരിയെ ഇപ്പൊ സോയ താഴെ ഇട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ലടാ മോനെ, നിനക്കാകെ കഴിയുന്നത് ഇങ്ങനെ തറയെ വീണ് ചവിട്ടുകൊണ്ട് ചുരുണ്ടുകൂടാനാ. ഇപ്പൊ ഹാക്കുരിയും ചിന്തിക്കുന്നുണ്ട്, ഇയാള് പറയുന്നത് ശരിയാണ്, ഞാൻ വീക്ക് ആണെന്നൊക്കെ. അങ്ങനെ താഴെ കിടക്കുമ്പോഴാണ് ചിഹിരോ ആ ബാരിയർ പൊട്ടിച്ച് പുറത്തു വരാനായിട്ട് ഉപയോഗിച്ച മെയ് ഷ്രെഡിന്റെ ആ ഇടിമിന്നല് ഹാക്കുരി ശ്രദ്ധിക്കുന്നത്. ഈ ഇടിമിന്നൽ ഇപ്പൊ സോയ ശ്രദ്ധിച്ചിട്ടില്ല. ഹാക്കുരി ഇത് കാണുമ്പോഴേ മനസ്സിലാക്കുന്നുണ്ട് ചിഹിരോ ഈ ഭിത്തി പൊളിച്ചു വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അപ്പൊ അടുത്തതായിട്ട് വരാൻ പോകുന്ന മിന്നൽ ഇതിനേക്കാളും പവർഫുൾ ആയിരിക്കും എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. സോയയാണെങ്കിൽ ഇപ്പൊ ഹാക്കുരിയെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ആ ചിഹിരോ റോക്കുഹിര അവൻ കാരണമല്ലേ നീ ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം വരാത്തത്? എടാ അവൻ നിന്നെ യൂസ് ചെയ്യുകയാണ് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവൻ നിന്നെ വലിച്ചു
വലിച്ചെറിയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ചേട്ടൻ നിന്നെ ആത്മാർത്ഥമായിട്ടാ മോനെ സ്നേഹിക്കുന്നതെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഈ ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ സോയയോട് പറയുന്നുണ്ട്, നാവടക്ക്, ചിഹിരോ അങ്ങനെ ഒരാളല്ല എന്ന്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഷിബയും ചിഹിരോയും ആ പ്ലാനിങ്ങിന്റെ ടൈമില് ഹാക്കുരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇസോ അവനെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഷിബ ഇപ്പൊ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ സ്പിരിറ്റ് എനർജി എല്ലാവരുടെ ഉള്ളിലും ഉറങ്ങി കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്ന സ്പിരിറ്റ് എനർജിയെ ട്രെയിനിങ്ങിലൂടെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചും പിന്നെ അതിന്റെ കപ്പാസിറ്റി കൂട്ടിയെടുത്തും ഒക്കെയാണ് മന്ത്രവാദികൾ ഈ മന്ത്രവിദ്യകളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സ്പിരിറ്റ് എനർജിയെ ബോഡി ഫുള്ള് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാല് മന്ത്രവാദം ചെയ്യാൻ മാത്രമല്ല പറ്റുക, വേറെയും ഗുണങ്ങളുണ്ട്. അതായത് ശരീരം സ്ട്രെങ്തൻ ചെയ്യാം, സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് കഴിയും, ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇപ്പൊ ഫുൾ സ്ട്രെങ്ത് ആയിട്ടില്ലെങ്കിലും ഹാക്കുരി ഒട്ടും മോശമല്ല. കാര്യം ആ ഫ്ലെയിം ബോണിന്റെ അറ്റാക്ക് മുഖത്ത് കിട്ടിയിട്ടും ഇവൻ സർവൈവ് ചെയ്തല്ലോ എന്ന് ഇപ്പൊ ഇവര് പറയുന്നുണ്ട്. കാര്യം ഒരു സാധാരണ മനുഷ്യൻ തീർന്നു പോകാൻ ആ ഒരു അറ്റാക്ക് മതി, ഇവൻ മയങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോ സസനാമി ക്ലാൻ നിനക്ക് എന്ത് ട്രെയിനിങ് ആണ് തന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിന്റെ ബോഡി മന്ത്രവിദ്യ ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആണ്, അതിലൂടെ സ്പിരിറ്റ് എനർജി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നിപ്പോ ഷിബ പറയുന്നു. ഇപ്പോ സസനാമി ക്ലാനിലെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് ഹാക്കുരി പറയുന്നുണ്ട്. അതായത് 8ാമത്തെ വയസ്സിൽ സ്പിരിറ്റ് എനർജി യൂസ് ചെയ്യാനായിട്ട് ഇവർ പഠിച്ചിരിക്കണം, 11ാമത്തെ വയസ്സിൽ ഇസോ ടെക്നിക്കും. ഇപ്പോ ഇവരുടെ ക്ലാനിലുള്ളവര് 8ാമത്തെ വയസ്സിൽ ചെയ്യുന്ന ആ കാര്യം പോലും 11ാമത്തെ വയസ്സിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ഹാക്കുരി പറയുന്നു. സോ അപ്പൊ അതിനുശേഷം ഇവരൊരു തോൽവിയായിട്ട് കണ്ട് ഇവന് ട്രെയിനിങ് കൊടുത്തുമില്ല. ഇത് കേട്ടിട്ട് ശിവ പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ നിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന സ്പിരിറ്റ് എനർജി സെൽഫ് ഡിഫൻസിന് വേണ്ടി നീ നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്തതാകാനേ വഴിയുള്ളൂ. ശിവ ഇപ്പൊ അതേപോലെ പറയുന്നുണ്ട്, ഈ എലീറ്റ് ആയിട്ടുള്ള വലിയ ഫാമിലികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. 12 എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ പ്രായമാണ്. എല്ലാവർക്കും ആ പ്രായത്തിൽ തന്നെ മന്ത്രവിദ്യകളെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനർത്ഥം അവർക്കതിന് കഴിവില്ല എന്നല്ല, നിന്നെ കൊണ്ട് അതിനുള്ള കഴിവുണ്ട് എന്ന് ശിവ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും എന്നെ കൊണ്ട് എന്താ ഇസോ ചെയ്യാൻ പറ്റാത്തതെന്ന് ഹാക്കുരി ഇവരോട് ചോദിക്കുന്നു. അതിന് ഇവർ പറയുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവന്റെ മൈൻഡിന്റെ പ്രശ്നമാണ്. ഇവനെ കൊണ്ട് അതിന് പറ്റില്ല, ഇവന് കഴിവില്ല, ഇവനൊരു തോൽവിയാണെന്ന് അവർ പറഞ്ഞത് ഇവന്റെ മനസ്സിലങ്ങ് ഉറച്ചുപോയി. ഇനി അതിനെപ്പറ്റി ഒരുപാടൊന്നും ചിന്തിക്കണ്ട, എന്തായാലും അന്ന് ഞങ്ങളെല്ലാം നിന്റെ ഒപ്പം അവിടെ ഉണ്ടാവും, നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ മിഷൻ ചെയ്തു തീർക്കും, ഈ നടക്കാൻ പോകുന്നത് അവസാനത്തെ റാക്കുസായിച്ചി ആയിരിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഇപ്പോ പ്രസന്റിലാണെങ്കിൽ താഴെ വീണ് കിടക്കുന്ന ഹാക്കുരി എടുത്ത് സോയ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഹാക്കുരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ചിഹിരോ ഉറപ്പായിട്ടും പുറത്തു വരും, ഞങ്ങൾ ഒരുമിച്ച് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. അവൻ എന്നിട്ട് ഇപ്പൊ ചാടി എഴുന്നേറ്റ് സോയക്ക് നേരെ ഇസോ പ്രയോഗിച്ചിട്ട് സോയെ ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്ക്, അതായത് ആ ബാരിയറിന്റെ അടുത്തേക്ക് തള്ളി നീക്കുന്നുണ്ട്. നീ ആദ്യമായിട്ടൊരു ഇസോ ചെയ്തല്ലോ, പക്ഷെ നിന്റെ അറ്റാക്കിന് വലിയ പവർ ഒന്നുമില്ല, നിന്റെ ഈ ക്യൂട്ടായിട്ടുള്ള ഷോക്ക് വേവ്സിന് എന്നെ ഒന്ന് തള്ളി നീക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് സോയ ഇപ്പൊ പറയുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ വീക്ക് ആയിരിക്കും, പക്ഷെ തനിക്കൊരു പണി തരാൻ ഞാൻ ഇപ്പൊ ഈ ചെയ്ത അറ്റാക്ക് മതിയാകും എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞോടുന്നുണ്ട്. ഇപ്പൊ ആ ക്ലൗഡ് ഗൗജർ മാക്സിമം പവറിൽ യൂസ് ചെയ്തിട്ട് ആ ബാരിയറും പൊളിച്ചുകൊണ്ട് ചിഹിരോ സോയയെ ഇടിച്ച് തെറിപ്പിച്ച് വെളി വരികയാണ്. പുറത്തു വന്ന ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, ഹാക്കുരി നമുക്ക് എത്രയും പെട്ടെന്ന് താഴേക്ക് പോകണമെന്ന്. ഓക്കെ എന്ന് ഹാക്കുരിയും പറയുന്നുണ്ട്. ഇപ്പോ ബാരിയറിന്റെ അപ്പുറത്ത് ഈ ഹിഷാക്കു മന്ത്രവാദി നിപ്പുണ്ട്. അയാളിപ്പോ ചിന്തിക്കുന്നുണ്ട്, ഇതെന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഒരു മൂവ് ആയിരുന്നല്ലോ എന്ന്. അവന്റെ പുറകിലായിട്ട് ഇപ്പൊ ഫ്ലെയിം ബോണും പിടിച്ചോണ്ട് ഹ്യൂക്കി നിൽക്കുന്നത് കാണാം. സോയ ഇപ്പൊ നെഞ്ചും തല്ലി താഴെ വീണിട്ടുണ്ട്. ചിഹിരോ ഹാക്കുരിയോട് ഇപ്പൊ പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ആ ഡോറിന്റെ അടുത്തേക്ക് പോവാമെന്ന്. ഹാക്കുരി ഇപ്പൊ ചോദിക്കുന്നു, ആ മന്ത്രവാദിയെ നീ തോൽപ്പിച്ചായിരുന്നോ എന്ന്. ഇല്ലെന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്. നോക്കുമ്പോ ആ മരം കൊണ്ടുള്ള ബാരിയർ ഇപ്പൊ വളരെ സ്പീഡിലാണ് റീജനറേറ്റ് ആവുന്നത്. ഇപ്പൊ ഈ ഹിഷാക്കു മന്ത്രവാദിയെ അടുത്ത് ഹ്യൂക്കി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ, നിനക്ക് വേണേ ഞാൻ കമ്പനി തരാം. ടാഫുക്കു ആണെങ്കിൽ ഇപ്പൊ താഴെ ആ ചിഹിരോയ്ക്ക് നേരെ വന്ന ബോഡി ഗാർഡ്സ് മന്ത്രവാദികളെ എല്ലാം അടിച്ച് ചതച്ചിട്ടിട്ടുണ്ട്. ചിഹിരോ ആ ബാരിയർ ബ്രേക്ക് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഈ ഹിഷാക്കു മന്ത്രവാദിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാമെന്ന്. സോ ആ കാര്യമൊക്കെ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ മന്ത്രവാദി ഇപ്പൊ ഹ്യൂക്കിയോട് പറയുന്നുണ്ട്, നിന്റെ കമ്പനിയൊന്നും എനിക്ക് തൽക്കാലം ആവശ്യമില്ല, ഞാനിപ്പോ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതുമാത്രമല്ല സ്വന്തം ജീവൻ കൊടുത്തും ഈ ലേലം ഒരു തടസ്സവും കൂടാതെ നടത്തിയെടുക്കുക എന്നുള്ളത് സസനാമി ക്ലാനിന്റെ ഉത്തരവാദിത്തമാണ്, അപ്പൊ അവര് ബാക്കി ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ ആ ചിഹിരോ വെട്ടിയെടുത്ത കയ്യിലെ ഹിഷാക്കു സിമ്പൽ ഉപയോഗിച്ചിട്ട് അവിടുന്ന് അങ്ങ് ടെലിപോർട്ട് ആയി പോവുകയാണ്. ആ കൈ ഇങ്ങനെ പൊക്കിയപ്പോഴാണ് ഹ്യൂക്കിയും ആ എംബ്ല ശ്രദ്ധിക്കുന്നത്. ഇപ്പോ ഇയാൾ പോയപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് സസനാമി ക്ലാനിലെ ആൾക്കാർ വരുന്നുണ്ട് പെട്ടെന്ന്. കമുനാബി ഞങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്നൊക്കെ അവന്മാർ ചോദിക്കുന്നുണ്ട്. ഹ്യൂക്കി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, സസനാമി ക്ലാനിലെ ആൾക്കാരാണല്ലോ, പക്ഷെ ടാഫുക്ക് പറഞ്ഞ ആ ടൗ ടീമിലെ ആൾക്കാർ ഇവരല്ലെന്ന് തോന്നുന്നു, യൂണിഫോം ഡിഫറന്റ് ആണല്ലോ. ഇവന്മാര് ടൗവിലുള്ളവരല്ലെങ്കിലും സസനാമി ക്ലാൻ തന്നെയാണല്ലോ, സോ നല്ല സ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കുമെന്ന് ഹ്യൂക്കി ചിന്തിക്കുന്നുണ്ട്. യുവന്മാരാണെങ്കിലും പറയുന്നുണ്ട്, നീ ഗവൺമെന്റിന്റെ ആളാണെങ്കിൽ ഞങ്ങൾക്കൊരു കോപ്പുമില്ല, റാക്കുസായിച്ചിക്ക് എതിരെ നിൽക്കുന്നത് ആരായാലും അവരെ ഞങ്ങൾ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ യുവന്മാര് ഇസോ ഉപയോഗിച്ച് ഹ്യൂക്കിയോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ലേലം വലിയ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലയൻസ് ഒക്കെ ഭയങ്കര
ആലയും ബഹളവും. നമ്മളിപ്പോ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ കേജിനുള്ളിൽ ഒരു മനുഷ്യനെയാണ് ലേലത്തിന് വെച്ചിരിക്കുന്നത്. അത് ആരാണെന്ന് ഇപ്പൊ നോക്കുമ്പോ ആ വന്ന കൊച്ചു പയ്യനുണ്ടല്ലോ മിസ്റ്റർ ഇനാസുമ, അവന്റെ ചേച്ചിയാണ്. ഇനി നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹാക്കുരിയെയും പിന്നെ ഇപ്പൊ ടോയിലുള്ള ടെൻട്രി എന്ന് പറയുന്ന അവന്റെ സഹോദരനെയും ക്യോര സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഹോളിൽ വേറെ ക്ലൈൻസ് ഒന്നുമില്ല, ക്യോരെ ഇവർ രണ്ടുപേരും പിന്നെ സോയയും മാത്രം. ക്യോരെ അപ്പൊ ഈ ഹാക്കുരിയോടും ടെൻട്രിയോടും പറയുന്നുണ്ട്, അതായത് ക്ലൈൻസിനെ ഉന്മാദത്തിന്റെ ടോപ്പ് ലെവലിൽ എത്തിക്കുന്ന തരം ഫംഗ്ഷൻ ആണ് നമ്മുടെ ഈ റാക്കുസൈച്ചി. ഏറ്റവും ഉയർന്ന വാല്യൂ ഉള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇവിടെ ലേലം ചെയ്യുന്നത്. നമ്മളാണ് ആളുകൾക്ക് ആ വിലയിടുന്നത്. നമ്മൾ സസനാമി ക്ലാൻ ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഏറ്റവും ടോപ്പിലോ എന്നിപ്പോ ടെൻട്രി ചോദിക്കുന്നുണ്ട്. അതേന്നതിന് ക്യോര മറുപടിയും കൊടുക്കുന്നു. ക്യോര ആണെങ്കിൽ ഇപ്പൊ ഹാക്കുരിയൻ ടെൻട്രിയെ അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സ്പെഷ്യലാണ്, അത് നിങ്ങൾക്ക് അറിയുമോന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല സ്ട്രോങ്ങർ ആവേണ്ടതുണ്ട്. സസനാമി ക്ലാനിന് മാത്രമേ ഈ സ്റ്റേജിൽ കയറി നിൽക്കാനുള്ള അധികാരമുള്ളൂ. ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറാൻ ആരെയും നമ്മൾ അനുവദിക്കില്ല. അതിനുവേണ്ടിയാണ് സസനാമി ക്ലാനിന് ടൗ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉള്ളത് തന്നെ. വർഷങ്ങളായിട്ട് അവരാണ് ഈ സ്റ്റേജിനെ കാവൽ കാക്കുന്നത്. ഇപ്പോ ക്യോരയാണെങ്കിൽ ഇവർ സ്പെഷ്യൽ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആ കൊച്ചായിരിക്കുന്ന ടെൻട്രി ഇങ്ങനെ അത് കിടിലമാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നേരെ ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഒരു ലൈറ്റർ വെച്ച് കത്തിക്കുന്ന ട്രാൻസിഷൻ ഷോട്ടോടുകൂടി പ്രസന്റിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഇപ്പൊ ആ ലൈറ്റർ എടുത്തത് ഷിബയാണ്. അത് വെച്ചൊരു സിഗരറ്റ് കത്തിച്ചിട്ട് അത് നേരെ തറയിൽ കിടക്കുന്ന ടെൻട്രിയുടെ കണ്ണിന് നേരെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ പറമോനെ, ഈ സെമിത്തേരിയിലേക്കുള്ള വാതിൽ എങ്ങനെയാ തുറക്കുക? പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ കണ്ണ് ഞാനിപ്പോ എന്റെ ആഷ്ട്രയാക്കും. ഇപ്പോ ടെൻട്രി ഉൾപ്പെടെ ടോയിലെ 3 മെമ്പേഴ്സിനെ ഷിബ അവിടെ അടിച്ച് റൊട്ടിയാക്കിയിട്ടുണ്ട്. അതിലൊരുത്തൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇവൻ വെറും ടെലിപോർട്ടർ മാത്രമല്ല, ശരിക്കും ഇവൻ ആരാ? ഷിബ ഇപ്പൊ ടെൻട്രിയോട് ചോദിക്കുന്നുണ്ട്, സസനാമി ക്ലാനിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളവരല്ലേ നിങ്ങൾ ടോയിലുള്ളവര്? നിങ്ങൾ തോറ്റു. ഇനി നിങ്ങൾക്ക് ഇറക്കി വിടാൻ തുറുപ്പ് ചീട്ടുകളൊന്നും ബാക്കിയില്ല. നിന്റെയൊക്കെ ഈ തൊലിഞ്ഞ ലേലം വിളി ഇന്നത്തോടെ തീർന്നു. ഇപ്പൊ അടി കൊണ്ട് കിടക്കുന്ന ടോയിലെ ഒരുത്തന് മനസ്സിലായിട്ടുണ്ട് ഷിബ ചില്ലറ പുള്ളിയല്ലെന്ന്. അവനിപ്പോ പറയുന്നുണ്ട്, ഡോറ് തുറക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. ടെൻട്രി ആണെങ്കിൽ ഇപ്പൊ ഇത് കേട്ടിട്ട് അവിടെ കിടന്ന് അലറുന്നുണ്ട്, അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല, പറഞ്ഞു കൊടുക്കരുതെന്നൊക്കെ. ടെൻട്രിയുടെ ഓർമ്മ വീണ്ടും കുറച്ച് ബാക്കിലോട്ട് പോവാണ്. ഹാക്കുരിയും ടെൻട്രിയും സ്പെഷ്യൽ ആണെന്നാണല്ലോ ക്യോര പറഞ്ഞിരുന്നത്. ഹാക്കുരി ടെൻട്രിയെക്കാട്ടിൽ 1 വയസ്സിന് മൂത്തതാണ്. ഇപ്പൊ അവൻ സ്പെഷ്യൽ ഒന്നും അല്ല, അവൻ യാതൊരു കഴിവുമില്ലാത്തവനാണ്. ഈ സത്യം പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ അച്ഛൻ ഒരുപാട് നാണക്കേടുണ്ടാക്കും എന്നൊക്കെ ടെൻട്രി അന്ന് ചിന്തിച്ചിരുന്നു. ഇതേസമയം ടെൻട്രി ആണെങ്കിൽ ടോവിന്റെ ചരിത്രത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. ഈ ചെറുപ്രായത്തിലെ അവൻ ഒരു ഗ്രൂപ്പ് ആൾക്കാരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചിരുന്നു. ക്യോരയ്ക്കാണെങ്കിലും ടെൻട്രിയെ ഓർത്ത് നല്ല അഭിമാനമായിരുന്നു. എന്റെ മകനായതുകൊണ്ട് ഞാൻ നിന്നെ പൊക്കി പറയുന്നതല്ല, ഇതെല്ലാം നിന്റെ എഫോർട്ടിന് കിട്ടുന്ന ഫലമാണ്. നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ ക്യോര അവനോട് പറഞ്ഞത് അവനിപ്പോ കിടന്ന് ഓർക്കുകയാണ്. അവനിപ്പോ പറയുന്നുണ്ട്, ഞാൻ എന്റെ അച്ഛന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുമെന്ന്. ഉടനെ ഇപ്പൊ ക്യോര എന്തോ ഒരു സാധനം അവന്റെ അടുത്തേക്ക് സമ്മൺ ചെയ്ത് ഇട്ടു കൊടുക്കുന്നുണ്ട്. സംഭവം ഒരു കല്ലാണ്. സോജോയുടെ ബ്രീഫ് കേസിൽ ഉണ്ടായിരുന്ന ആ കല്ല് തന്നെ, ഡാറ്റൻസക്കി. അത് കഴിഞ്ഞ ആർക്കിലെ ക്ലൈമാക്സ് ഫൈറ്റിന് ശേഷം ഒരു ഹിഷാക്കു മെമ്പർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോ ചിഹിരോയുമായിട്ട് ഫൈറ്റ് ചെയ്ത ഹിഷാക്കു മന്ത്രവാദി ആ ബ്രീഫ് കേസ് ക്യോരയെ ഏൽപ്പിച്ചിരുന്നു. ഈ സാധനം എൻചാന്റഡ് ബ്ലേഡ്സിന്റെ സെയിം പവർ തന്നെ നമുക്ക് തരും. പക്ഷെ ഉപയോഗശേഷം ആളുടെ ബോഡി പൊട്ടിച്ചെതറി പോവുമല്ലോ. ഇപ്പൊ അതൊന്നും ക്യോരയ്ക്കൊരു വിഷയമല്ല. അത് ഇട്ട് കൊടുത്തിട്ട് മകന്റെ അടുത്ത് പറയാണ്, മരിക്കും വരെ പൊരുതിക്കോളാൻ. നല്ല ബെസ്റ്റ് തന്ത. ടെൻട്രി ആണെങ്കിൽ യെസ് സാർ എന്നും പറഞ്ഞിപ്പോ ആ കല്ലിൽ കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ടെൻട്രി അരുത്, അത് ചെയ്യരുതെന്ന് അവന്റെ ചേട്ടൻ ഇപ്പൊ താഴെ കിടന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ടെൻട്രി ഇപ്പൊ അത് പിടിച്ചിട്ട് അവന്റെ ചുറ്റും മറ്റേ എൻചാന്റഡ് ബ്ലേഡ്സിലെ പോലെ സ്പിരിറ്റ് എനർജി ഒഴുകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പൊ ഷിബ ആണെങ്കിലും ഞെട്ടുന്നുണ്ട്. എൻചാന്റഡ് ബ്ലേഡ്സിലെ സ്പിരിറ്റ് എനർജി റിയാക്ഷൻ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പുള്ളി ചിന്തിക്കുന്നു. ഇപ്പൊ അറ്റ്മോസ്ഫിയറിൽ എന്തോ മാറ്റം വന്ന പോലെ ചിഹിരോ സെൻസ് ചെയ്യുന്നുണ്ട്. താഴെ ഷിബയ്ക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് ചിന്തിച്ചിട്ട് ചിഹിരോ ഇപ്പൊ ഹാക്കുരിയോട് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് താഴേക്ക് പോകണമെന്ന്. അപ്പൊ തന്നെ സോയ എഴുന്നേക്കുന്നു. നീ തീർന്നടാ, തീർന്നു ഇപ്പൊ സോയ പറയുന്നുണ്ട്. ഓ ചേട്ടനെ ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, പുള്ളി സീരിയസ് ആണ്, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഇപ്പൊ ഹാക്കുരി പറയുന്നുണ്ട്. ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ചിഹിരോയെ ഹാക്കുരി തടയുന്നുണ്ട്. ക്ലൗഡ് ഗൗജർ കൊണ്ട് ഇനി കുറച്ച് അറ്റാക്ക് കൂടല്ലേ ചെയ്യാൻ പറ്റൂ, അതപ്പോ ആവശ്യ സമയത്തേക്ക് മാറ്റി വെച്ചേക്ക്, ഇപ്പൊ എടുത്ത് ഉപയോഗിക്കണ്ടെന്ന് ഹാക്കുരി പറയുന്നു. ഇപ്പോ എന്റെ ചേട്ടനായതുകൊണ്ടായിരിക്കും വീണ് കടന്ന സോയയുടെ കഴുത്ത് ചിഹിരോ കണ്ടിക്കാഞ്ഞതെന്ന് ഹാക്കുരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചിഹിരോയോട് പറയുന്നുണ്ട്, നീ താഴേക്ക് പോക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. ഇപ്പോ സോയയെ സംബന്ധിച്ചിടത്തോളം ഹാക്കുരി എന്ന് പറയുന്നത് ഇപ്പൊ വിരിയാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു മൊട്ട് പോലെയാണ്. അതായത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് ഇപ്പൊ പവേഴ്സ് ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയ ഒരു ചീളു പയ്യൻ. പക്ഷേ ശരിക്കും ഇപ്പോൾ ഹാക്കുരിയുടെ മൈൻഡിലുള്ള ആ ഒരു തോട്ട്, അതായത് അവനെ കൊണ്ട് ഒരു കഴിവുമില്ല എന്നുള്ള ആ ഒരു ചിന്തയുടെ മതില് ഇപ്പൊ ഫൈനലി പൊളിഞ്ഞിരിക്കുകയാണ്. സോ ഇനി അവന്റെ ഉള്ളിൽ ഒഴുകുന്ന ആ സസനാമി ബ്ലഡ് അവന്റെ പവേഴ്സിനെ ഇനി നല്ല പോലെ ആക്സിലറേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ വെറും മൊട്ടായിരിക്കുന്ന ഹാക്കുരി ഇനി ഫ്ലവർ ആവും, പിന്നെ ഫയർ ആവും.
ഹാക്കുരിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അവന്റെ മുത്തച്ഛനായിട്ടുള്ള സോര സസനാമി, അതായത് സസനാമി ക്ലാനിന്റെ 10ാമത്തെ ഹെഡ് മരണപ്പെടുന്നത്. ഇപ്പോ ഹാക്കുരിയെയും ടെൻറിയെയും കൊണ്ട് സോയ മുന്നിൽ നടക്കുന്നുണ്ട്. അവൻ ക്യോരയോട് ചോദിക്കുന്നു, അച്ഛന് ക്ഷീണമായി കാണും അല്ലേ? ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, പിന്നല്ലാതെ ഈ അടക്കം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക് ആണെന്ന്. ഇനി നമുക്ക് മുത്തച്ഛനെ കാണാൻ പറ്റില്ല അല്ലേ എന്ന് ഹാക്കുരി ചോദിക്കുന്നു. ഇല്ല, കാണാൻ പറ്റില്ല, അതിനെയാണ് മരണമെന്ന് പറയുന്നത്. സോയ ഇപ്പൊ പറയുന്നുണ്ട്, മുത്തച്ഛൻ ഇതുവരെ പുള്ളിയുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു, ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോ അച്ഛന്റെ പവർ എന്നിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് ക്യോര പറയുന്നുണ്ട്. സസനാമി ക്ലാനിന്റെ 1ാമത്തെ ഹെഡ് രൂപം കൊടുത്ത ആ സ്പെഷ്യൽ പവർ. ഇപ്പൊ ആ പവർ എന്താണെന്ന് കുട്ടികളോട് ക്യോര പറയുന്നുണ്ട്. അതായത് ഈ സസനാമി ക്ലാനിലെ 1ാമത്തെ ഹെഡ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾക്ക് സ്പേസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ആ പവർ ഉപയോഗിച്ച് അങ്ങേരാണ് 200 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റോർ ഹൗസ് നിർമ്മിച്ചത്. ഇങ്ങനെ ലേലമൊക്കെ നടത്തുന്ന കച്ചവടക്കാരുടെ ഒരു വലിയ സാമ്രാജ്യമായിട്ട് ഈ സസനാമി ക്ലാനിനെ മാറ്റിയത് തന്നെ മൂപ്പരാണ്. അങ്ങനെ ഈ സ്റ്റോർ ഹൗസ് കൺട്രോൾ ചെയ്യാനുള്ള പവർ തലമുറയായിട്ട് കൈമാറി വന്നു. അങ്ങനെ ഇപ്പോൾ അത് സോര സസനാമിയിൽ നിന്നും മകനായ ക്യോര സസനാമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഒരിക്കൽ ഞാനത് നിങ്ങളിൽ ഒരാൾക്ക് പാസ് ചെയ്യുമെന്ന് ഹാക്കുരിയോടും ടെൻറിയോടും ക്യോര പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്തോ സ്പെഷ്യൽ ആണെന്നാണല്ലോ ക്യോര പറയുന്നത്. സോ ഇവരിൽ ഒരാൾ തന്നെ അടുത്ത ഹെഡ് ആവുമെന്ന് പുള്ളിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഈ മാസ്ക് എന്താണെന്ന് ഹാക്കുരി ചോദിക്കുന്നുണ്ട്. ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, ഇത് സ്റ്റോർ ഹൗസിന്റെ ഉടയവന്റെ, അതായത് സസനാമി ക്ലാനിന്റെ ഹെഡിന്റെ സിമ്പൽ ആണെന്ന്. ഇപ്പോൾ ഈ മന്ത്രവിദ്യ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളുടെ ഇടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉള്ളത് കൊണ്ടാണ് അത് സാധ്യമാകുന്നതെന്ന് ക്യോര പറയുന്നു. എന്ന് പറയുമ്പോൾ ഒരേ ചോര അല്ലേ എന്ന് ടെൻറി ചോദിക്കുന്നു. ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, ആ ടെൻറി നീ ബുദ്ധിമാനാണല്ലോ, പക്ഷേ ചോരയെന്നല്ലടാ. ഇപ്പോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ടെന്ന് ഈ പിള്ളേര് പറയുന്നു. അതാണ്, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾക്കിടയിൽ ആ ഒരു ബോണ്ട് ഉള്ളത് കൊണ്ട് ഒന്നിനും നമ്മളെ പിരിക്കാൻ പറ്റില്ല. മുത്തച്ഛൻ നമ്മളെ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട്, പുള്ളിയുടെ അനുഗ്രഹവും നമുക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ക്യോര ഈ 2 മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ കല്യാണരാമനിൽ മറ്റേ ദിലീപ് വന്ന് കയറുന്ന പോലെ സ്വയം ചെന്ന് കയറുന്നുണ്ട്. ഇവരിപ്പോ ആ സെമിത്തേരിക്കുള്ളിലാണല്ലോ. ഇവരുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഡോറും കാണാം. ഇനി പ്രസന്റിലേക്ക് വരികയാണ്. ചിഹിരോ നീ പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് ഹാക്കുരി സോയയ്ക്ക് നേരെ നിൽക്കുകയാണല്ലോ. സോയ ഇപ്പൊ പറയുന്നുണ്ട്, ഹാക്കുരി എനിക്കിപ്പോ എല്ലാം മനസ്സിലായി, ഇനി ആ പഴയ നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ആ പെണ്ണിന്റെ വശീകരണത്തിൽ പെട്ടതിൽ പിന്നെ നീ ആളാകെ മാറിപ്പോയി. സോ ഇനി എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല, ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. ചിഹിരോ ഇപ്പൊ അവിടുന്ന് പോയിട്ടില്ല, അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സോയ ഇൻജോയ്ഡ് ആണ്, പക്ഷെ എന്നാലും ഹാക്കുരിയെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടൂ. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, ചിഹിരോ നീ പോ, നീ തന്നെയല്ലേ മുൻപ് പറഞ്ഞത് നമുക്ക് എത്രയും വേഗം താഴെ എത്തണം, അതിനിതേ ഉള്ളൂ വഴി. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ അവന്റെ മൈൻഡില് അവന്റെ അച്ഛന്റെ കൂടെ നിൽക്കുന്ന ആ പഴയ മെമ്മറിയും, പിന്നെ സോയ പറഞ്ഞിരുന്നല്ലോ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരുന്ന ഏതോ പെണ്ണുമായിട്ടുണ്ടായ ഒരു കണക്ഷനാണ് ഹാക്കുരി മാറാനുള്ള കാരണമെന്ന്. ആ പെണ്ണിന്റെ ഫേസിന്റെ ഒരു സൈഡും ഒക്കെ കാണിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇതാ പഴയ ഹാക്കുരിയെ അല്ലല്ലോ, ഇവൻ എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. ഇപ്പോ ടെൻറി ആണെങ്കിൽ അവിടെ സ്പിരിറ്റ് എനർജി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഷിബ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇവൻ എന്തിലോ മുറുക്കി പിടിച്ചതിന് ശേഷമാണ് ഇവൻ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഇപ്പൊ അവന്റെ കൈയൊക്കെ അതിന്റെ റിയാക്ഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നത് നമുക്ക് കാണാം. ജെറ്റ് വേഗത്തിൽ ഇപ്പൊ ടെൻറി അവിടുന്ന് കുതിച്ചു ചാടി ഷിബയുടെ തൊട്ട് പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഷിബയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അവിടുന്ന് ടെലിപ്പോർട്ട് ആയിട്ട് ടെൻറിയുടെ തൊട്ട് പിന്നിൽ വന്നിട്ട് അവനെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നെ തുടരുതെന്ന് പറഞ്ഞിട്ട് ടെൻറി ഇപ്പൊ ഷിബയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സോ അവൻ നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട്, സ്ട്രെങ്തും കൂടിയിട്ടുണ്ട്. ടോയിലെ മറ്റൊരു മന്ത്രവാദി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇത്രയായിട്ടും ഷിബ ഇവിടുന്ന് ടെലിപ്പോർട്ടായി വേറൊരു സ്ഥലത്തേക്ക് പോയില്ലല്ലോ. സോ അവൻ ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് കാണും. സോ ഈ അവസ്ഥയിലൊന്നും മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ ഷിബയെ കീഴ്പ്പെടുത്താൻ പറ്റും. ഷിബ ഇപ്പൊ ആ മന്ത്രവാദിയെ ചെന്ന് അടിക്കുന്നുണ്ട്. ക്യോരയാണെങ്കിൽ ഇപ്പോ ഇന്ന് ഇത് ഉപയോഗിച്ചോന്നും പറഞ്ഞ് ഒരു കൂട്ടം വെപ്പൺസ് ടെൻറിക്ക് സമ്മൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവനിപ്പോ അതെല്ലാം കൂടെ നമ്മുടെ ഷിബയ്ക്ക് നേരെ വിടുന്നു. ഓട്ടോനെ ഇപ്പൊ ചിഹിരോ വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലൗഡ് ഗൗജറിന്റെ ആ ഐസ് ബ്ലോക്കുകൾ കൊണ്ടുള്ള ഡിഫൻസ്. ഇപ്പൊ മുൻപ് ടോവുമായിട്ട് ചിഹിരോ ഫൈറ്റ് ചെയ്തപ്പോ ഷിബ വന്നിട്ട് ചോദിച്ചതുപോലെ ഇപ്പൊ ചിഹിരോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ടൈമിങ്? പെർഫെക്റ്റ്. ഇപ്പോ ക്ലൗഡ് ഗൗജർ നിനക്ക് ഇനി യൂസ് ആക്കാൻ പറ്റില്ല എന്ന് ശിവ ചോദിക്കുന്നുണ്ട് ചിഹിരോയോട്. ചിഹിരോ പറയുന്നുണ്ട്, ഏയ് വലിയ സീനൊന്നുമില്ല, ഇപ്പോ ഈ യൂസ് ചെയ്തത് കൊണ്ട് ഇനി 1.7 ടൈംസും കൂടെ മെയ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അത് കുറച്ച് വിഷയമാണല്ലോടാന്ന് ഇപ്പൊ ശിവ പറയുന്നുണ്ട്. ചിഹിരോ പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇനി സൂക്ഷിച്ച് ഉപയോഗിച്ചോളാം. ഇപ്പൊ ഇവൻ കയ്യിലെ ഡാറ്റൻസൊക്കെയാണ് പിടിച്ചിരിക്കുന്നതെന്ന് ചിഹിരോ മനസ്സിലാക്കുന്നുണ്ട്. സോജോയുടെ കയ്യിൽ നിന്നെടുത്ത് ആ ഹിഷാക്കു മന്ത്രവാദി ഇവിടെ കൊണ്ട് കൊടുത്തതാണെന്നും അവൻ ഊഹിക്കുന്നു. ഇപ്പോൾ ഡേറ്റൻസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ആ ഒരു പവർ കിട്ടുമെങ്കിലും അതിനുശേഷം അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആള് മരിച്ചു പോകുമെന്ന് ഇവർക്കറിയാമല്ലോ. ചിഹിരോ ഇപ്പൊ വിളിച്ചു ചോദിക്കുന്നുണ്ട്, നീ ടെൻറി അല്ലേ? നിന്നെപ്പറ്റി ഹാക്കുരി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നിന്റെ ആ കയ്യിലിരിക്കുന്ന വെപ്പണിന്റെ എഫക്ട് എന്താണെന്ന്? ഉടനെ ഇപ്പൊ ടെൻറി പറയുന്നുണ്ട്, എനിക്കതെല്ലാം അറിയാം, പക്ഷെ എനിക്ക് എന്റെ കടമ പൂർത്തിയാക്കിയേ പറ്റൂ. ഇപ്പൊ ഈ ഫാമിലി തന്നെ ഭയങ്കര ഈവിൾ ആണല്ലോ എന്ന് ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോയും അവന്റെ അച്ഛനും തമ്മിൽ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ബോണ്ടൊന്നും അല്ല ഇവിടെ ക്യോരയും അയാളുടെ മക്കളുമായിട്ടുള്ളത്. ഇവർ ഈ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഹാക്കുരി ആണെങ്കിലും
മുൻപ് ചിഹിരോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ടെൻറിയുടെ പോലത്തെയൊക്കെയുള്ള മെന്റാലിറ്റി തന്നെയായിരുന്നു ഹാക്കുരിക്കും ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഇവന്റെ അച്ഛൻ ഇവനെ പറ്റി നല്ലത് പറയാനായിട്ട് എന്ത് ചെയ്യാനും ഇവൻ തയ്യാറായിരുന്നു. പക്ഷേ ആ തെറ്റായ ജീവിതത്തിൽ നിന്നും എന്നെ ശരിയിലേക്ക് വഴിതിരിച്ചു വിടാൻ എന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു എന്ന് ഹാക്കുരി പറയുന്നുണ്ട്. ഇത് സോയ മെൻഷൻ ചെയ്ത ആ പെൺകുട്ടിയെ കുറിച്ചായിരിക്കും. ഷിബ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ തൽക്കാലം നമുക്കിപ്പോ ഒന്ന് വലിഞ്ഞാലോ? കാര്യം ഡാറ്റൻസെക്കിയുടെ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന്റെ ബോഡി പൊട്ടിത്തെറിച്ച് പൊക്കോളുമല്ലോ. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ ഒരു മരണം ഇവന് കൊടുക്കണ്ട, ഇവനോട് ഞാൻ ഇപ്പൊ തന്നെ ഫൈറ്റ് ചെയ്ത് ഇവന് ഞാനൊരു ഹോണറബിൾ ആയിട്ടുള്ള മരണം കൊടുക്കാവുന്ന. ഇതേ സമയം സോയയും ഹാക്കുരിയും കൂടെ നേർക്ക് നേർ നിന്ന് ഇസോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന്റെ വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.